ഹലോ ഗൈസ്, നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇപ്പോഴത്തെ ട്രെൻഡിങ് കോഴ്സ് എന്താണ്, ഇപ്പോൾ പി ആർ കിട്ടാൻ എളുപ്പം എന്താണ്, ഇപ്പോൾ പി ആറിലേക്കുള്ള എളുപ്പ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് സാധാരണ നമ്മളെപ്പോലെയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് കവർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന അടുത്ത 15 വർഷങ്ങൾക്ക് ഏറ്റവും ജോലി സാധ്യതയുള്ള അണ്ടർ റേറ്റഡ് ആയിട്ട് അധികം ആൾക്കാർ ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാത്ത പ്രോഗ്രാംസ്, എന്നാൽ നല്ല ഫ്യൂച്ചറിസ്റ്റിക് നല്ല ഭാവിയുള്ള പ്രോഗ്രാംസാണ് ഇന്ന് നമ്മൾ ഹിഡൻ ജെംസ്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ക്രൗഡ് ഫോളോ ചെയ്യുന്നതിലേ പോകുന്ന ഒരു ട്രെൻഡ് ബേസ് ചെയ്ത് പോകാതെ തീരുമാനങ്ങൾ ലോജിക്കലായിട്ട് മുൻകൂട്ടി കണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കും, വേറിട്ട് നിൽക്കും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്ന്, ഫിസിയോതെറാപ്പി ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പി. ഫിസിയോതെറാപ്പി എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. നമ്മളൊരു ആക്സിഡൻറ്റൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ നോർമൽ മോഷനിലേക്ക് തിരിച്ചെത്താനായിട്ട് നമ്മളെ എക്സസൈസുകൾ ചെയ്യുന്നതാണ് ഫിസിയോതെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി എന്താണ്? നമ്മൾ ഒരു ട്രോമയ്ക്ക് ശേഷം ഒരു നോർമൽ ലൈഫിലേക്ക് വരാനായിട്ട് വേണ്ട ബേസിക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഇസ് എ മാസ്റ്റർ ഓഫ് മെനി തിങ്സ്. എന്നാൽ ഒരെണ്ണത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളല്ല. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ചിലപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടും തരാം, എന്നാൽ ഒരു ചെറിയ ഫിസിയോതെറാപ്പിയും അറിയാവുന്ന ഒരാളാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. അപ്പം ഈ ഒക്യുപേഷണൽ തെറാപ്പി ഫിസിയോതെറാപ്പിക്കും ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. 9 to 5 പോലത്തെ ജോബാണ്. നമുക്ക് ഷിഫ്റ്റുകൾ പോലെ ഹെൽത്ത് സെക്ടറിൽ നഴ്സസ് ചെയ്യുന്ന പോലെ പല ഷിഫ്റ്റുകൾ ജോലി ചെയ്യേണ്ട വരാറില്ല. അപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചമാണ്. പക്ഷേ ഇത് പഠിക്കാനായിട്ട് ബാച്ചിലേഴ്സ് 4 കൊല്ലം പഠിക്കേണ്ടി വരും, മാസ്റ്റേഴ്സാണ് 2 കൊല്ലം മതി, അപ്പം നഴ്സിംഗ് ആണ് 3 കൊല്ലമാണ് എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. പക്ഷേ ഇത് ഒരു അണ്ടർ റേറ്റഡ് ഫീൽഡാണ്. നല്ല വർക്ക് ലൈഫ് ബാലൻസ് തരുന്ന ഹെൽത്ത് സെക്ടറിലെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ഓസ്ട്രേലിയ, അയർലൻഡ്, കാനഡ ഇവിടെയൊക്കെ ഏജിങ് പോപ്പുലേഷനാണ്. അപ്പോൾ ഈ ലോങ് ടേം കെയർ ഇങ്ങനത്തെ ഈ ഒരു മേഖലയിൽ നല്ലപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വർഷങ്ങളോളം, ഇനി വരുന്ന 15 വർഷങ്ങളോളം വരാൻ സാധ്യതയുള്ള നല്ലൊരു ഒക്യുപ്പേഷൻ കൂടിയാണ്. ഏത് AI വന്നാലും റീപ്ലേസ് ചെയ്യാനും പറ്റത്തില്ല. നമ്പർ 2, മെറ്റീരിയൽ സയൻസ്. നമുക്കറിയാം രാജ്യങ്ങളൊക്കെ ക്ലീൻ എനർജിയിലേക്കും സസ്റ്റൈനബിലിറ്റിക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാണ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു മേഖലയാണ് മെറ്റീരിയൽ സയൻസ്. മെറ്റീരിയൽ സയൻസിനകത്ത് റിന്യൂവബിൾ എനർജിയും റീചാർജബിൾ ബാറ്ററീസിൻ്റെ ഡെവലപ്മെൻറ്റും ഇതിനകത്തൊക്കെ ഹെവിലി ഇൻവോൾവ് ആണ് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലീൻ എനർജിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ വെസ്റ്റേൺ കൺട്രീസിലും ഇതിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ വരുന്ന വർഷങ്ങളിൽ ഇതൊരു അണ്ടർ റേറ്റഡ് ഫീൽഡാണ്. തീർച്ചയായും സയൻസ് മേഖലകളിലൊക്കെ താല്പര്യമുള്ള, കെമിസ്ട്രി ഫിസിക്സിൽ പ്രാവീണ്യമുള്ള, എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരൊക്കെ അല്പം റിസർച്ചിന് കൂടി താല്പര്യമുണ്ടെങ്കിൽ, റിസർച്ച് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. അപ്പോൾ ഇങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മെറ്റീരിയൽ സയൻസ് ഒരു ഗോൾഡൻ ഫീൽഡാണ്. 3, എൻവയോൺമെൻറ്റൽ ആൻഡ് ക്ലൈമറ്റ് കരിയേഴ്സ്. അപ്പോൾ ലോകം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പോളിസി മേക്കിങ്ങിലെല്ലാം ലോകം മുഴുവൻ തിരിഞ്ഞു നോക്കുന്ന സസ്റ്റൈനബിലിറ്റിയിലേക്കും ക്ലൈമറ്റ് കൺട്രോൾ, ക്ലൈമറ്റ് ചേഞ്ച് തടയാനും ഒക്കെ വേണ്ടിയുള്ള പഠനങ്ങളും അങ്ങോട്ടുള്ള റിസർച്ച് ഫീൽഡുകളും ജോലിയിലും ഇൻഡസ്ട്രിയിലും എല്ലാം ശ്രദ്ധിക്കുന്ന ഈ കാര്യങ്ങളിലാണ്. അപ്പോൾ ഞാനത് വീണ്ടും എടുത്തു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജോബ് കരിയേഴ്സിലേക്ക് നല്ല സാധ്യതയാണ്. റിന്യൂവബിൾ എനർജി, ക്ലൈമറ്റ് സൊല്യൂഷൻസ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സ്, ക്ലൈമറ്റ് പ്രൊഫഷണൽസ് ഇങ്ങനെയുള്ള തസ്തികകളിലൊക്കെ നല്ലപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏതൊക്കെ കോഴ്സുകളാണ് ഇതിനെ പറ്റുന്നതെന്ന് നോക്കാം. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സ്, എൻവയോൺമെൻറ്റൽ സയൻസ്, സസ്റ്റൈനബിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പോളിസി, റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ്, എനർജി സിസ്റ്റംസ് എഞ്ചിനീയറിംഗ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഉണ്ട്. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അയർലൻഡിലും കാനഡയിലും ഒക്കെ തന്നെ നല്ലപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലയാണിത്. കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് ഹൗസിംഗ് ഷോർട്ടേജാണ് വെസ്റ്റേൺ കൺട്രീസ് നേരിടുന്ന വേറൊരു കാര്യം. എവിടെയൊക്കെ മൈഗ്രേഷൻ പ്രോ ആയിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുത്തേക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണോ, ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കാനഡയിലും അയർലൻഡിലും ഒക്കെ ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്. വീടുകൾ ആവശ്യത്തിനില്ല, മൈഗ്രൻസിൻ്റെ എണ്ണം ഉണ്ട്, അതനുസരിച്ച് വീടുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ കൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡ് ഒക്യുപ്പേഷൻസിൽ ഒരു 51% ഷോർട്ടേജാണ് നേരിടുന്നത്. ആൾക്കാർ ആവശ്യത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന സാലറിയും വേതനമൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ കൺസ്ട്രക്ഷൻ മാനേജേഴ്സ്, ക്വാണ്ടിറ്റി സർവേയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് ഇതൊക്കെ പഠിക്കാൻ വരുന്നത് വളരെ നല്ല ഓപ്ഷനാണ്. അതുപോലെ ഇവിടെ ഉള്ള കുട്ടികളാണെങ്കിലും ട്രേഡ് പ്രോഗ്രാംസ് പഠിക്കാനൊക്കെ ആണെങ്കിലും വളരെ നല്ല ഓപ്ഷനാണ്. കാരണം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ഈ 51% ഷോർട്ടേജ് ഇസ് വെരി ഹൈ. ഡയറക്റ്റ്ലി പെട്ടെന്ന് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലകളാണ്. അതുകൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നവർ വേറെ ഫീൽഡിലേക്ക് ഒരിക്കലും തിരിയരുത്. IT പറ്റിയും AI പറ്റിയും സൈബർ സെക്യൂരിറ്റിയെ പറ്റിയും എന്തൂസിയാസമൊക്കെ കാണിക്കാൻ നിൽക്കട്ടെ. സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കൂടി പറഞ്ഞോട്ടെ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സയൻസ്. അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സയൻസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലെ അഗ്രികൾച്ചർ പഠിക്കുന്നതൊക്കെ ഒരു വലിയ ഒരു സമ്പാദ്യത്തിലേക്ക്, ഒരു നല്ല കരിയറോ കെട്ടിപ്പടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാൻ പാടാണ്. പക്ഷേ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ അഗ്രികൾച്ചർ ചെയ്ത് ഏൺ ചെയ്യുന്നത് മില്യൺസ് ഓഫ് ഡോളേഴ്സാണ്. ഓസി ഫാമേഴ്സ് ആർ റിയലി റിച്ച്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലേക്ക്, നമ്മുടെ പഴയ കൺവെൻഷണൽ രീതിയിലുള്ള അഗ്രികൾച്ചർ
അല്ല, ഇവിടെയൊക്കെ മാസീവായിട്ടുള്ള അഗ്രികൾച്ചർ. അപ്പോൾ അങ്ങനെയുള്ള ഫാം മാനേജേഴ്സിനെ ആവശ്യമാണ്. പല തസ്തികകളാണ് ഇതിൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ അതിലേക്ക് ലീഡ് ചെയ്യുന്നത് ഏതൊക്കെ പ്രോഗ്രാമുകളാണ് നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഫുഡ് എഞ്ചിനീയറിംഗ്, ഹോർട്ടിക്കൾച്ചർ, ഡയറി സയൻസ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിന് പകരം ഫ്യൂച്ചർ ഡിമാൻഡ്സ് നോക്കി നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുക. അടുത്ത 10-15 വർഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ ബൂം ചെയ്യാൻ പോകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഒട്ടും മടിക്കണ്ട. ദിസ് ഇസ് ജസ്വിൻ ഫ്രം ഹോലാ വേൾഡ് സൈനിങ്.